ദൈവം ഒരാളിനെ വിളിച്ചാൽ അല്ലെങ്കിൽ ദൈവം ഒരാളിനെ കണ്ടാൽ, കർത്താവ് തിരഞ്ഞെടുത്താൽ കർത്താവ് മാറി നിൽക്കത്തില്ല. 24 മണിക്കൂർ അവനോടൊപ്പം ദൈവം ഇരിക്കും. ഹല്ലേലൂയ. കർത്താവ് കൂടെ ഇരിക്കും. സ്തോത്രം. കൂടെ തന്നെ ഇരിക്കും, മാറൂല, മാറുകയില്ല. സ്തോത്രം. അപ്പോൾ ശത്രുവായവൻ തകർക്കാൻ ഏതെങ്കിലും പദ്ധതിയിട്ടാൽ ആര് കാണും? യേശുപ്പച്ചൻ കാണും. ദൈവത്തിന് സ്തോത്രം. ഒരു തലമുടി കൊഴിഞ്ഞാൽ ആര് കാണും? യേശുപ്പച്ചൻ കാണും. ദൈവം കാണാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതത് സമയങ്ങളിൽ തരേണ്ടതെല്ലാം നേരത്തെ തരുമെന്നല്ല, തരേണ്ടതെല്ലാം അവിടെ എവിടെ ചെല്ലുമ്പോൾ ആ സമയത്ത്, ഏത് സമയത്ത്? ആ സമയത്ത് ദൈവം അതെല്ലാം ഒരുക്കി നമുക്ക് തരും. കാരണം അത് അവിടെ എവിടെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്, അത് ഒരുക്കപ്പെട്ടിരിക്കുകയാണ്, നമുക്ക് വേണ്ടിയുള്ള എല്ലാം ഒരുക്കപ്പെട്ട് വച്ചിരിക്കുകയാണ്. പക്ഷേ സമയമാകുമ്പോഴേ അത് നമുക്ക് തരും. നേരത്തെ തന്നാൽ നമ്മൾ നിഗളിക്കും. അതുകൊണ്ട് സമയമാകുമ്പോൾ സ്തോത്രം അത് ദൈവം തരും. അതിലൂടെ ദൈവം നടത്തുകയും ചെയ്യും. യെഹെസ്കേലിൻ്റെ പുസ്തകം, യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം, പ്രവചന പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യെഹെസ്കേൽ എന്ന ദൈവത്തിൻ്റെ ഭക്തനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രവാചകനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം. കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട ഒരു കാറ്റായി മാറിയ ഒരു പ്രവാചകൻ. എങ്ങനെ? ദൈവത്തിൻ്റെ കൈക്കിണങ്ങി ഒരു പാത്രമായി, ഒരു കാറ്റായി മാറിയ ഒരു പ്രവാചകൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാറ്റായി മാറിയാലേ ദൈവത്തിന് എന്ത് ഉപയോഗിക്കാൻ പറ്റും. എന്തിനു ഉപയോഗിക്കണമെങ്കിലും ദൈവത്തിൻ്റെ കയ്യിൽ ആളാരാകണം? ഒരു കാറ്റ് പോലെ ആകണം. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കും. ഇല്ലേ? എനിക്ക് ഇന്ന സ്ഥലമാണെങ്കിൽ കൊള്ളാം. ഇപ്പോൾ ഉദാഹരണം, ദൈവത്തിന് ഒരു ശുശ്രൂഷൻ്റെ കാര്യം പറയാം, ഒരു ശുശ്രൂഷകൻ്റെ കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇല്ല എങ്കിലും ഞാൻ പറയാം. നമുക്കറിയാം എല്ലാ ചർച്ചുകളിലും ബ്രാഞ്ചുകൾ, ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ ഉണ്ട്. അപ്പോൾ ഓരോ ഡിനോമിനേഷനുള്ള ചർച്ച്, ഏത് ചർച്ച് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പെന്തക്കോസ് ആയിരുന്നാലും, CSI ആയിരുന്നാലും, RC ആയിരുന്നാലും, ലൂഥറൻ ചർച്ച് ആയിരുന്നാലും, സാൽവേഷൻ ആർമി ആയിരുന്നാലും, ഒരുപാട് ബ്രാഞ്ചസ് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ അതിൽ ഓരോരോ പാസ്റ്റേഴ്സ് കാണും. അപ്പോൾ ഓരോരോ പാസ്റ്റേഴ്സിന് ചില വർഷങ്ങൾ കഴിയുമ്പോൾ, ചിലപ്പോൾ 3 വർഷം, ചിലപ്പോൾ 5 വർഷം ആകുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും പരാതി കൊടുത്താൽ അവരെന്ത് ചെയ്യും? മറ്റൊരു ചർച്ചിലേക്ക് മാറ്റൂല്ലേ? സ്തോത്രം. മാറ്റും. അപ്പോൾ ഇന്നടുത്ത് മാറണമെന്ന് പറയുമ്പോൾ ആ ശുശ്രൂഷകർ പറയും, എനിക്ക് ആ ചർച്ച് പറ്റത്തില്ല, എനിക്ക് അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടാനുള്ള സൗകര്യമില്ല, ആ ചർച്ചിൽ ഞാൻ പോയാൽ ശരിയാകത്തില്ല, അവിടെ പോകാനും വരാനും സൗകര്യമില്ല, താമസിക്കാൻ സൗകര്യമില്ല, അവിടെ ഒന്നിനും ഒരു സൗകര്യമില്ല, അവിടെ എനിക്ക് താല്പര്യമില്ല. കണ്ടോ? അവരെ ഇഷ്ടമാണ് നോക്കിയത്. പക്ഷേ ഒരു വ്യക്തി ദൈവത്തിൻ്റെ കയ്യിലിരുന്നാലോ അവരവരുടെ ഇഷ്ടം നോക്കാൻ പറ്റത്തില്ല. പിന്നെ ആരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകും? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരാൾ പോലും ഇല്ലാത്ത ഏരിയയിലാണ് താമസിക്കേണ്ടി വന്നാലും സാരഭാത്തിൽ ഇറങ്ങിയ ഒരു ദൈവം ഉണ്ടല്ലേ? കെരീത്തിൻ്റെ അവിടെ ഇറങ്ങിയ ഒരു ദൈവമില്ലേ? ദൈവമാണ് കാറ്റുപോലെ കൊണ്ടുപോകുന്നതെങ്കിൽ ദൂതനിറക്കി കൂടായ ദൈവത്തിന് ഭക്ഷണം ഇല്ല, പാകം ചെയ്ത ഭക്ഷണമാക്കി ദൈവത്തിന് വിട്ടുകൂടെ? വിടാം. നിങ്ങൾക്ക് എത്രർക്ക് മനസ്സിലാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ കയ്യിൽ ഒരാളിനെ കെട്ടിക്കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയ ഒരു കാറ്റാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നവിടെ ഒരു വാക്കും വരില്ല. പിന്നെയോ പറ്റുന്നവൻ എവിടെ കൊണ്ടെത്തിക്കണമോ അവിടെ കൊണ്ടെന്നെത്തിക്കും. ദൈവത്തിന് സ്തോത്രം. കാറ്റ് പോലെ ആകുന്ന പൈതങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന. അവർക്ക് വലിയ ഡിമാൻഡില്ല, അവർക്കൊരു ഡിമാൻഡും ഇല്ല. ഒരു ഡിമാൻഡും പറയാനില്ല. കർത്താവെ അവിടെയാണോ? ഓക്കെ. ഇവിടെയാണോ? ഓക്കെ. അപ്പുറത്താണോ? ഓക്കെ. ഒരു ഡിമാൻഡും പറയാനില്ല. പക്ഷെ നമ്മളാണെങ്കിൽ എന്ത് പറയും? അവിടെ അങ്ങനെയാണ്, ഇപ്പോഴത്തെ ഇങ്ങനെയാണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ കാറ്റ് കൊണ്ടിരിക്കുന്ന പൈതലിന് ഒരു ഡിമാൻഡും പറയാനില്ല. ഇവിടെ കൊണ്ട് യജമാനന് വിട്ടു, അത്രേ അറിയാവൂ. ബാക്കി ചെയ്യുന്നതെല്ലാം ആരാ? യജമാനൻ. ഹല്ലേലൂയ. അത്രയേ ഉള്ളൂ. അതുപോലെ കാറ്റ് പോലെ ഇരുന്ന ഒരു പ്രവാചകനാണ് ആര്? യെഹെസ്കേൽ പ്രവാചകൻ. അങ്ങനെ 1 മുതൽ വായിക്കുമ്പോൾ അത് മനസ്സിലാവും. വായിച്ചേ. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ ഗെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു. പ്രവാസികളുടെ ഇടയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോഴും എല്ലാവരുടെയും മുൻപിൽ സ്വർഗം തുറന്നില്ല. എന്നാൽ യെഹെസ്കേൽ എന്ന ദൈവത്തിൻ്റെ ഭക്തൻ്റെ മുൻപിൽ, നീ എവിടെ ഇരുന്നാലും, നമ്മൾ എവിടെ ഇരുന്നാലും ദൈവത്തിന് തുറക്കേണ്ട സമയമാകുമ്പോൾ, കാണിച്ചു തരേണ്ട സമയമാകുമ്പോൾ, കർത്താവിനെ കാണേണ്ട സമയമാകുമ്പോൾ, അല്ലെങ്കിൽ ദർശനങ്ങൾ തരേണ്ട സമയമാകുമ്പോൾ അതിൻ്റെ ദൈവം തുറന്നു. നമ്മളെ സഭയ്ക്കകത്ത് നടന്നു പോകുമ്പോൾ വെളിപ്പാട് കാണുന്നവരുണ്ട്.
ഇങ്ങനെ നിൽക്കുമ്പോൾ വെളിപ്പാട് കാണുന്നവരുണ്ട്. അല്ല, സ്വപ്നത്തിൽ മാത്രമല്ല, പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നവരുണ്ട്, സഞ്ചരിച്ച് വാഹനത്തിലിരിക്കുമ്പോൾ കാണുന്നവരുണ്ട്, വെറുതെ നിൽക്കുമ്പോൾ TV സ്ക്രീൻ പോലെ വന്ന് തെളിഞ്ഞ് കാണുന്നവരുണ്ട്. ദൈവം നമ്മുടെ സഭയ്ക്കകത്ത് അനേകർക്ക് ഇങ്ങനെ കൃപാവരം കൊടുത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നോക്കിയതെല്ലാം കറക്റ്റാണോ എന്ന്, ആത്മാവ് തന്നെ ആയിരുന്നു, കറക്റ്റാണ്. ആ കാണുന്നതെല്ലാം കറക്റ്റാണ്. ദൈവത്തിന് സ്തോത്രം. അതറിയാൻ പറ്റും. വചനത്തിലൂടെ നമുക്ക് തെളിവുകളുണ്ട്, ഓരോന്നിനും അതിന് തെളിവുണ്ട്, സത്യമാണോ എന്നറിയാൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, സ്തോത്രം. കർത്താവ് ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന കാറ്റ് പോലെ ആണെങ്കിൽ, ഹല്ലേലൂയ, ഈ കാറ്റിന് ദൈവത്തിന് ഇഷ്ടപ്രകാരം ഏത് ഭാഗത്ത് വേണോ ചലിപ്പിക്കാം, ദൈവത്തിന് ഇഷ്ടപ്രകാരം ഉപയോഗിക്കാം. ആരും ചോദിക്കാൻ പരിഭവമില്ല, പരാതി കാറ്റിന് ഇല്ല. അങ്ങ് മാത്രം മഹത്വപ്പെടണം. കണ്ടോ, എവിടെ പോയി എന്ത് ചെയ്തു, ആർക്കാണ് എന്ത് പറയും, ഒന്നൊന്നും കാറ്റിനില്ല. കാറ്റിന് ദൈവം എന്ത് ചെയ്തു എന്ന് മാത്രമേ കാറ്റിനുള്ളൂ. അങ്ങനെ കാറ്റുപോലെ താമസിച്ച ഒരു പ്രവാചകനായ യെഹെസ്കേലിൻ്റെ അടുക്കൽ പ്രവാസികളുടെ നടുവിൽ ഇരിക്കുമ്പോൾ സ്വർഗം എന്ത് ചെയ്തു? യെഹെസ്കേലിനായിട്ട് തുറന്നു. അങ്ങനെയെങ്കിൽ 2024 അവസാനം ആഴ്ചകളിൽ സ്വർഗത്തിൽ ദൈവം എന്നോട് നിങ്ങളോട് വിളിച്ചു പറയണം, മക്കളെ, നിൻ്റെ കണ്ണിൻ്റെ മുൻപിലും ഞാൻ ചിലത് തുറക്കാൻ പോകുകയാ, ഞാൻ നിന്നെ ചിലത് അറിയിക്കാൻ പോകുകയാ, ഞാൻ നിന്നോട് ചിലത് സംസാരിക്കാൻ പോകുകയാ, ഞാൻ നിന്നോട് ചിലത് ഇടപെടാൻ പോകുകയാ. ഓ, ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്തത്, കാണാൻ പറ്റാത്തത്, ഓ, പ്രാപിക്കാൻ പറ്റാത്തത് വരുന്ന നാളുകളിൽ, പുതിയ നാളുകളിൽ, പുതിയ ദിവസങ്ങളിൽ നീ ഒരുപാട് ദിവസം കൊണ്ട് ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അയ്യോ ദൈവമേ, എന്ന് കാണാൻ പറ്റും, എന്ന് കേൾക്കാൻ പറ്റും, ചിലതെല്ലാം നീ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കർത്താവ് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന സ്ഥാനത്ത് എൻ്റെ അപ്പച്ചൻ പറയും, മക്കളെ, ഇല്ല ഇല്ല, അതിനെ ഞാൻ തന്ന് നിറച്ച് എൻ്റെ കയ്യിൽ കിണങ്ങിയ ഒരു പാത്രമാക്കി ഞാൻ നിന്നെ മെനയാൻ പോകുകയാ. കാറ്റിൻ്റെ ഇഷ്ടത്തിൽ, ജീസസ്, കാറ്റിന് പറയാനൊന്നുമില്ല, കാറ്റിന് വർണ്ണിപ്പാൻ വാക്കില്ല, കാറ്റിന് പറയാനൊന്നുമില്ല, കാറ്റിന് കാണാനും പറ്റത്തില്ല. കണ്ടോ, കാറ്റിനെ കാണാൻ പറ്റത്തില്ല. അപ്പം മഹത്വം പറയാനില്ല, പുകഴ്ച പറയാനില്ല, പ്രശസ്തി പറയാനില്ല, വേറെ ഒന്നും പറയാനില്ല. കാറ്റിന് വേറെ ഒന്നും പറയാനില്ല. പിന്നെയോ, കാറ്റ് ഒന്നും അറിയുന്നില്ലല്ലേ? കാറ്റിനെ വല്ല അറിയാമോ? കാറ്റിനെ കാണാൻ പറ്റും. നമുക്ക് കാറ്റടിക്കുന്നുണ്ട്, ഈ ഫാന് കറങ്ങുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ട്, കാറ്റ് കാണാൻ പറ്റുമോ? പക്ഷെ കറങ്ങുന്ന ഫാനിനെ കാണാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ഈ മനുഷ്യനെ കാറ്റ് പോലെ എൻ്റെ ദൈവമാക്കി. അപ്പോൾ ഇതിനകത്ത് പ്രവാസികളുടെ നടുവിൽ സ്വർഗം തുറന്നു. ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. ഞാൻ ഏത് ദർശനം? പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടതല്ല, ഞെക്കാൻ വരുന്ന സ്വപ്നം കണ്ടതല്ല, ഇതാ എന്നെ വിരട്ടുന്നതെന്ന് പറയുന്ന സ്വപ്നമല്ല കണ്ടത്, അല്ലെങ്കിൽ വെളിപ്പാടല്ല കണ്ടത്, ദർശനമല്ല കണ്ടത്, ഇതാ എന്നെ തൂക്കിക്കൊണ്ട് പോകുന്നത് കാണുന്നതെന്നല്ല കണ്ടത്. പിന്നെ ദിവ്യ ദർശനങ്ങൾ. നിങ്ങൾക്ക് എത്രക്കും മനസ്സിലായി? ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നോക്കിയേ, പ്രവാസികളുടെ ഇടയിലായിരുന്നേ. പക്ഷെ അവിടെ ഇരിക്കുമ്പോഴും ഇയാളും ദൈവവും തമ്മിൽ എത്ര ബന്ധമുണ്ടെന്ന് നോക്കിയേ. മനുഷ്യൻ പറയുകയാണ്, സ്വർഗം തുറന്നിരിക്കുന്നതും, കണ്ടോ, സ്വർഗം തുറന്നിരിക്കുന്നതും ദിവ്യ ദർശനങ്ങളും. വാക്ക് കണ്ടോ, ദിവ്യ ദർശനങ്ങൾ. പേടിപ്പിക്കുക. ചിലർ പറയത്തില്ലേ, എന്നെ പേടിപ്പിക്കുന്നു, എന്നെ ഭയപ്പെടുത്തുന്നു, അയ്യോ എന്നെ ഇതാ പിടിച്ചോണ്ടോ വന്നിരിക്കുന്നു, അയ്യോ എന്നെ ഉപദ്രവിക്കാൻ വന്നിരിക്കുന്നതോ, ഓടിച്ചുവിട് ഇതൊക്കെ പറയുന്നത്. അതല്ല കണ്ട. പിന്നെ ദിവ്യ ദർശനം. അടുത്തവർ വായിച്ചേ. യെഹോയാക്കീൻ രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കൽദയ ദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അപ്പൊ പുരോഹിതനാണ്, പ്രവാചകനും ആണ്. പുരോഹിതനാണ്, പ്രവാചകനാണ്, തീർന്നില്ല, ദർശനങ്ങൾ പ്രാപിക്കുന്നവനുമാണ്. പുരോഹിതനാണ്, പ്രവചിക്കുന്നവനാണ്, പിന്നെ ദിവ്യ. എത്ര കൃപയെന്ന് നോക്കിയേ. പുരോഹിതനാണ്, പ്രവാചകനാണ്, പിന്നെ ദിവ്യ ദർശനങ്ങൾ. നദിയിലിരുന്നപ്പോൾ വെള്ളം കണ്ടെന്നല്ല, നദീതീരത്ത് നമ്മൾ നദീതീരത്ത് വെള്ളവും ആൾക്കാർ വരുന്നവരെ കാണൂല്ലേ. പക്ഷെ ഈ മനുഷ്യൻ അതല്ല കണ്ടത്, ഇവിടുത്തതല്ല കണ്ടത്, കാണേണ്ടവനെ കണ്ടു. ഇന്ന് ഇതിനകത്ത് ദൈവത്തിൻ്റെ ശക്തി ഓരോ മക്കളുടെ മേലെ സ്വർഗ്ഗം കൈമാറുകയാണ്. നീ ഇതുവരെ ഈ ലോകത്തിലുള്ളതാണ് കണ്ടതെങ്കിൽ ഇല്ല, എൻ്റെ അപ്പനെ കാണാൻ, എൻ്റെ അപ്പനുള്ളത് കാണാൻ, ആ സ്വർഗീയ ദർശനങ്ങൾ കാണാൻ, ആ ദിവ്യ ദർശനങ്ങൾ കാണാൻ, ആ വെളിപ്പാടുകൾ കാണാൻ. അയ്യോ കർത്താവ്, ഞാൻ ഇതുവരെ അങ്ങ് കണ്ടിട്ടില്ലല്ലോ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടല്ലോ അപ്പാ, ഒരുപാട് പേര് ആ ശബ്ദം കേട്ടു, ഒരുപാട് പേരുടെ കണ്ണുകൾ തുറന്നു, പക്ഷെ എനിക്ക് മാത്രം പറ്റുന്നില്ലല്ലോ എന്നത് തകരുമ്പോൾ, പത്രോസിനെ നോക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്തുണ്ട്, പത്രോസിൻ്റെ 10-ാം അധ്യായത്തിനകത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം വേറെ ഒന്നുമല്ല. സ്തോത്രം. കർത്താവ് തുപ്പട്ടി കാണിച്ചു കൊടുക്കുന്നു, അത് ദർശനം കണ്ടു. തൊട്ടടുത്ത് സംസാരവും കേട്ടു.
ആത്മാവ് പത്രോസിനോട് സംസാരിച്ചു, നിന്നെ നോക്കി ഇത്ര പേർ പുറത്തു വന്ന് നിൽപ്പുണ്ട്. കണ്ടോ, ദർശനം കണ്ടു, സംസാരം കേട്ടു, പുറത്തിറങ്ങി വന്നപ്പോൾ ആ കേട്ട ശബ്ദം ശരി. കണ്ടോ കണ്ടോ, ആത്മാവ് കള്ളം പറയുന്നവനല്ല. പരിശുദ്ധാത്മാവ് എന്ത് പറയൂല, ഇത് പോലാണ്. പിന്നെ പ്രവാചകനാണ്. അടുത്ത് ദിവ്യ ദർശനങ്ങൾ കാണുന്ന ആളും കാണുകയാണ്. സാധാരണ ഒരു കാഴ്ചയല്ല. വായിച്ചെടുത്ത വരി. അവിടെ യഹോവയുടെ കൈയും അവന്റെ മേൽ വന്നു. കണ്ടോ, യഹോവയുടെ കൈ അവിടെ വന്നു. അടുത്ത വരി. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും. അപ്പൊ കൈ വന്നപ്പോ തന്നെ ആർക്കറിയാം ഈ കൈ ഒരു മനുഷ്യന്റെ കൈ അല്ല, യഹോവയുടെ കൈ. എല്ലാവർക്കും ഇല്ലേ സ്നേഹിതരെ? എന്നാൽ യെഹെസ്കേൽ കണ്ട കൈ മനുഷ്യൻ്റെതല്ല. അപ്പൊ ആ കൈക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? കൈ എല്ലാവർക്കും ഇല്ലേ? ഈ ലോകത്തുള്ള മനുഷ്യർക്ക് കൈയില്ലേ? ഉണ്ട്. സ്വത്രം. ഇപ്പോ ആ ബാക്കി ഒന്നുകൂടെ വായിച്ചേ, വരി ഒന്നുകൂടെ വായിച്ചേ. അവിടെ യഹോവയുടെ കൈയും. കണ്ടോ, അയാൾ തിരുത്തി പറയുന്നു, എൻ്റെ അടുക്കൽ ഞാൻ കണ്ട കൈ യഹോവയുടെ കൈയാണ്. അല്ല, ഞാൻ കണ്ട കൈ ആരാ? അപ്പോൾ യഹോവയുടെ കൈയെന്ന് തിരിച്ചറിയുന്ന ഒരു സൈൻ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കൈ കാണുമ്പോൾ അറിയാം, പക്ഷേ യഹോവയുടെ കൈയും ആര് വേറിട്ട് കണ്ടു? കണ്ടു. സ്തോത്രം. അടുത്ത വരി. അവന്റെ മേൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റ്, വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന് തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ല സ്വർണം പോലെ കാഴ്ചയും ഉണ്ടായിരുന്നു. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവിടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയും ആയിരുന്നു. മിനുക്കിയ താമ്രം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യ കൈ ഉണ്ടായിരുന്നു. 4നും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെ ആയിരുന്നു. അവയുടെ ചിറകുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും. കണ്ടോ, ഇത്ര മാത്രം വ്യക്തവും സ്പഷ്ടവുമായി ഒരുവൻ കാണുകയാണ്. അടുത്ത വരി വായിച്ചേ. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നു. 4നും വലത്തുഭാഗത്ത് സിംഹമുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. ഈ 2 ചിറക് തമ്മിൽ തൊട്ടും ഈ 2 ചിറക് കൊണ്ട് ശരീരം മറച്ചും ഇരുന്നു. അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. എങ്ങനെ ആത്മാവിന് പോകേണ്ട റൂട്ടിൽ മാത്രമേ ഇവ പോകും. സ്തോത്രം. കണ്ടോ, ആത്മാവ് പോകേണ്ട ഇടത്തേക്ക് മാത്രം പോകും. അടുത്ത് ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ജീവികൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, തീയിൽ നിന്ന് എന്ത് പുറപ്പെട്ടു? മിന്നല്. എന്തായിരിക്കും? നമ്മളൊക്കെ കത്തി അപ്പൊക്കെ തന്നെ കരിഞ്ഞവിടെ വീരുമായിരുന്നല്ലേ? ഈ മനുഷ്യ എത്രമാത്രം ദൈവത്തിന്റെ കൃപ ഉണ്ടായിരുന്നു നോക്കി. അടുത്ത വരി. ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഞാൻ ജീവികളെ നോക്കിയപ്പോൾ ജീവികളുടെ അരികെ 4 മുഖത്തിനും ഓരോ ചക്രം കണ്ടു. ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെ ആയിരുന്നു. അവയ്ക്ക് 4നും ഒരു ഭാഷ തന്നെ ആയിരുന്നു. ഭാഷ വരെ കേട്ടു. 4ന് ഒരു ഭാഷ. അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ ആയിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തേക്കും പോകാം, തിരിവാൻ ആവശ്യമില്ല. അവയുടെ ഇങ്ങനെ തിരിഞ്ഞ് വേഗിലോട്ട് പോണ്ട, അല്ലാതെ തന്നെ 4 ഭാഗത്തേക്കും പോകാൻ പറ്റും. തിരിയണ്ട. കണ്ടോ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയ അതിന്റെ അനുഭവം. അവയുടെ വട്ടു പൊക്കമേറിയതും ഭയങ്കരവും ആയിരുന്നു. 4ന്റെയും
വട്ടുകൾക്ക് ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു. ജീവികൾ പോകുമ്പോൾ ചക്രങ്ങളും ചേർന്ന് തന്നെ പോകും. ജീവികൾ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും പൊങ്ങും. ആത്മാവിന് പോകേണ്ട ഇടത്തൊക്കെയും കണ്ടോ, ആത്മാവിനെ പോകേണ്ടുന്ന ഇവിടെ ആത്മാവിനെ പോകേണ്ടുന്ന ഇടത്തൊക്കെയും കണ്ടോ, കാറ്റ് പോലെ ആത്മാവിന് എവിടെ പോകണോ അവിടെ ഇടത്തേക്ക് മാത്രം. ആത്മാവിൻ്റെ ഹിതമല്ലാത്തടത്ത് ഒരിടവും ഇല്ല. ദൈവാത്മാവിന് എവിടെ പോകണമോ അവിടത്തേക്ക് മാത്രം. അടുത്ത വരി വായിച്ചേ. ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് അവ പോകും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നത് കൊണ്ട് ചക്രങ്ങൾ അവയോട് കൂടെ പൊങ്ങും. അടുത്ത ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നത് കൊണ്ട് അവ പോകുമ്പോൾ ഇവയും പോകും. അടുത്ത വരി. അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും. അടുത്ത വരി. അവ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും അവയോട് കൂടെ പൊങ്ങും. ജീവികളുടെ തലയ്ക്ക് മീതെ ഭയങ്കരമായൊരു പളുങ്ക് പോലെയുള്ള ഒരു വിധാനത്തിന്റെ രൂപം ഉണ്ടായിരുന്നു. അത് അവയുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞിരുന്നു. വിധാനത്തിന്റെ കീഴെ അവയുടെ ചിറകുകൾ നേർക്കുനേരെ വിടർന്നിരുന്നു. അതിന്റെ ശരീരത്തെ ഈ ഭാഗവും ആ ഭാഗവും മൂടുവാൻ ഓരോന്നിനും ഈ രണ്ടുണ്ടായിരുന്നു. അവ പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചിൽ വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവം പോലെയുമുള്ള മുഴക്കമായി ഞാൻ കേട്ടു. നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന്മേൽ നിന്ന് ഒരു നാദം പുറപ്പെട്ടു. നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിന് മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ല സ്വർണം പോലെ ഞാൻ കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു. ഇതെല്ലാം കണ്ട എന്തോന്ന് മഹത്വത്തിന്റെ ആരുടെ ഈ യഹോവ കണ്ടോ. ഈ കർത്താവിന്റെ അടുത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് അടുത്ത വരി. ഞാൻ കവിണ്ണു വീണു. ഇത്രയും കാണുന്ന ഒരു ബോധം കിട്ടില്ലല്ലോ. അത് തന്നെ കൃപ. അത്രയും കൃപ ദൈവം കൊടുത്ത് നിർത്തി. അല്ലാതെ ഒരു വരി കാണുമ്പോഴേ നമ്മൾ തെറിച്ചു പോകും. അപ്പൻ്റെ വെളിച്ചം ഒരു ചെറുതായിട്ട് ദൂരെ കൂടെ വരുമ്പോഴേ നമുക്ക് നിൽക്കും. ഒരു ചെറിയ വെളിച്ചത്തിൻ്റെ സ്തോത്രം. ഞാൻ പറയാം, ഒരു വാതിൽ തുറക്കുമ്പോൾ, ഒരു നല്ല പ്രകാശമുള്ളൊരു മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ ചെറിയൊരു പ്രകാശത്തിൻ്റെ കണിക വരത്തില്ലേ? ഇത് നമ്മൾ ഡോറ് തുറക്കുമ്പോൾ ഉള്ള ചിന്തയിലാണ് വരുന്നത്. പക്ഷേ അത് കർത്താവിൻ്റെ പ്രകാശമാണ്. ഒരു കണിക പോലെ വന്നാൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഇല്ല. പിന്നെയാണിത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എന്നാൽ അവസാനം വരെ ഇത്രയും വരെ കണ്ടിട്ട് ഇങ്ങനെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു? കമണ്ണു വീണു. അടുത്ത വരി. സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദവും ഞാൻ കേട്ടു. കാണുക മാത്രമല്ല, അതിൻ്റെ നടുവിൽ സംസാരിക്കുന്ന ഒരുവൻ്റെ ശബ്ദവും എഹെസ്കേൽ പറയുകയാണ്, കേട്ടു. അപ്പോൾ പ്രവാചകനാണ്, പുരോഹിതനാണ്, ദിവ്യ ദർശനം കാണുന്നവനാണ്. കാണുക മാത്രമല്ല, പ്രത്യക്ഷത വരെ കാണത്തക്ക നിലവാരത്തിൽ അപ്പൻ അയാളെ കാറ്റുപോലാക്കി അങ്ങ് നിർത്തി. സ്തോത്രം. മാത്രമല്ല ശബ്ദവും കേൾക്കുമാറാക്കി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അപ്പോൾ ഈ മനുഷ്യൻ്റെ മേൽ പകർന്നിരുന്ന കൃപ കണ്ടോ? ദൈവത്തിന് സ്തോത്രം. ചിലരെ ഏൽപ്പിക്കാനുണ്ടെങ്കിൽ, ദൈവത്തിന് ചിലരെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, ഞാൻ പറയാം, അവരവർക്ക് താങ്ങുന്ന രീതിയിൽ അപ്പൻ ഇറങ്ങി നിന്ന് കാണിക്കും. ഹല്ലേലൂയ, സ്തോത്രം. കണ്ടിറങ്ങിയ വ്യക്തി എന്ത് ചെയ്യൂല? തളരില്ല. കാരണം അവരൊക്കെ ചിലത് കണ്ടിട്ടുണ്ട്, ചിലത് അറിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. കണ്ടിറങ്ങിയ വ്യക്തിയെ കൊന്നാലും അവരെന്ത് ചെയ്യൂല? മാറത്തില്ല. ദൈവത്തിന് സ്തോത്രം. ചില വെളിപ്പാടുകൾ കാണുകയാണ്, ദർശനങ്ങൾ കാണുകയാണ്. പിന്നെ പുതിയ നിയമത്തിലൂടെ വരുമ്പോൾ ഒരു മനുഷ്യൻ ചോദിക്കുന്നത്, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ഞാൻ വിരലിട്ടാലേ വിശ്വസിക്കും. പക്ഷെ ചിലർക്ക് എന്ത് ചെയ്യും? കർത്താവ് കാണിച്ചു കൊടുക്കും. ചിലർക്കോ കാണിച്ചു കൊടുക്കത്തില്ല. അവർക്ക് ചിലപ്പം പറയും, കണ്ടിട്ടല്ലാതെ ഞാൻ അനങ്ങത്തില്ല, കണ്ടിട്ടല്ലാതെ ഞാൻ അനങ്ങത്തില്ല, കണ്ടിട്ടല്ലാതെ അനങ്ങത്തില്ല. ചിലപ്പം കർത്താവ് നമ്മൾ ഈ ഭൂമി വിട്ടു പോകും വരെയും ചിലപ്പം കാണിക്കാതിരിക്കും. കർത്താവ് ചിലർക്ക് എന്ത് ചെയ്യും? ഇറങ്ങി വന്ന് നിന്ന് ഇതുപോലെ കൊടുക്കും. നിങ്ങൾ പുതിയ നിയമം വായിച്ച് നോക്കുക, അതിനോട് അങ്ങനെ തന്നെ. പക്ഷെ ചിലർക്ക് എന്ത് ചെയ്യും? ഇതുപോലെ ലൈവായിട്ടൊന്നും വരത്തില്ല.
ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവരെന്ത് ചെയ്തു? വിശ്വസ്തയോടെ അന്ത്യം വരെ എന്ത് ചെയ്തു? അപ്പൻ്റെ മഹത്വമായി മാറി. ദൈവത്തിന് സ്തോത്രം. വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്. എല്ലാവർക്കും ഒരുപോലെ അല്ലതാനും. എന്നാൽ ഇന്ന് ഇതിനകത്ത് ഞാൻ പറയാം, ചിലർക്ക് ദൈവം ദർശനം കൊടുക്കും, ചിലർക്ക് ദൈവം വെളിപ്പാട് കൊടുക്കും, ചിലർക്ക് ദൈവം പരിജ്ഞാനം കൊടുക്കും, ചിലർക്ക് ലൈവായി ഇറങ്ങി നിന്ന് പറയും. എന്നാൽ അവരെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ഇല്ലെന്നല്ല, ഉദ്ദേശമുണ്ട്, പറഞ്ഞു കൊടുക്കും. എന്നാൽ കാറ്റായി ഇതിനകത്ത് ആർക്കെല്ലാം വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടോ? ചിലപ്പം കാണിച്ചു തന്നില്ലെങ്കിലും നിന്റെ അകത്ത് ആത്മാവ് ഇടപെടുന്നെങ്കിൽ, വചനത്തിലൂടെ ഇടപെടുന്നെങ്കിൽ, ഞാൻ പറയാം, നിന്റെ മേലൊന്നുണ്ട്, നിന്റെ മേലൊന്നുണ്ട്. നീ ഒതുക്കി കളയല്ല, അതിനെ ഒതുക്കി കളയല്ലേ. അത് ജ്വലിച്ച് വരുന്ന നാളുകൾ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇവിടെ ഇതാ യെഹെസ്കേലിൻ്റെ കാലത്ത് യെഹെസ്കേലിന് അങ്ങനെ തന്നെ കൊടുക്കേണ്ടിയിരുന്നു. നോക്കിയ പുതിയ നിയമത്തിനകത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഇത്രമാത്രം കാഴ്ചകൾ കണ്ടത് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിനകത്ത് മാത്രമേ ഉള്ളൂ അല്ലേ? സ്തോത്രം. പുതിയ നിയമത്തിനകത്ത് പോകുമ്പോൾ ബാക്കി മത്തായി, മർക്കോസ്, ലൂക്കോസ് അങ്ങോട്ടൊക്കെ ലേഖനങ്ങളിൽ ഒന്ന് നോക്കുമ്പോൾ 3-ാം സ്വർഗത്തോളം പൗലോസ് അപ്പോസ്തലൻ എടുക്കപ്പെട്ടെന്ന് പറയുന്നുണ്ട്. ലേഖനങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സ്തോത്രം, വെളിപ്പാട് പുസ്തകം പോലെ വേറൊരു പുസ്തകം പുതിയ നിയമത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത്രത്തോളം കണ്ടതായിട്ടില്ല. സ്തോത്രം. അപ്പോസ്തലൻ കണ്ടു കാണും, പൗലോസ് അപ്പോസ്തലൻ പലതും കണ്ടു കാണും, പക്ഷേ അത് രേഖപ്പെടുത്തിയതായിട്ട് ഇതിനകത്തില്ല. സ്തോത്രം. എന്നാൽ ഇവിടെ ഇതാ എൻ്റെ അപ്പനെ കണ്ടു, അപ്പൻ്റെ മഹത്വം എങ്ങനെയെന്ന് ആ കാറ്റായി മാറിയവന് ദൈവം കാണിച്ചു കൊടുത്തു. തീർന്നില്ല, ആ ശബ്ദവും കേട്ടു. തീർന്നില്ല. എന്തിനു വേണ്ടിയായിരുന്നു? ചിലതൊക്കെ എൻ്റെ ദൈവത്തിന് പറയാനുണ്ടായിരുന്നു, ചില ദുഷാഢ്യമുള്ളവരോട് ചിലത് സംസാരിക്കാനുണ്ടായിരുന്നു. 2-ാം അധ്യായം 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, മനുഷ്യപുത്ര, വായിച്ചേ സ്തോത്രം, 1 മുതൽ വായിച്ചേ, 2-ന്റെ 1 മുതൽ. അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്ന് നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ. അപ്പോൾ ചിലപ്പോൾ കർത്താവ് നമ്മൾ വീണ് പോകും. അപ്പച്ചനെ കാണുമ്പോൾ അപ്പച്ചനെ ഒരു ശകലം കണ്ടാൽ നമ്മൾ വീഴും, ഉറപ്പാണ്. ഞാൻ ഇതൊക്കെ വായിക്കുമ്പോൾ ചിന്തിക്കും, അപ്പച്ച ഇത്രയും തീരുന്നവരെ ആ 1-ാം അധ്യായം ഇത്രയും ദൂരം വരെ 28 27 വാക്യം വരെ ഇയാൾ വീണില്ലല്ലോ. അതിശയം. ഞാൻ അത്രയ്ക്ക് ഈ മനുഷ്യൻ എന്തുണ്ടായിരുന്നു, അത്രയും കാണാനുള്ള കൃപ ദൈവം ഈ മനുഷ്യനെ കൊടുത്തിരുന്നു. യെഹെസ്കേലിന്റെ പുസ്തകം അടുത്ത വാക്യം വായിച്ചേ. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന്, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. ഇതൊക്കെ സത്യമാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. നിവർന്ന് നിൽക്കുമാറാക്കുന്നു ദൈവം. എൻ്റെ അപ്പനെ ഒന്ന് ചെറിയ രൂപത്തിൽ തന്നെ കാണിച്ച, ഇതുപോലെ ഒന്നുമല്ല, ചെറുതുമായിട്ട് കാണിച്ചപ്പോൾ നമ്മൾ തെറിച്ചങ്ങ് പോകും. എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചങ്ങ് തെറിച്ചങ്ങ് പോകും, തെറിച്ചു പോകും. എനിക്ക് പറഞ്ഞുകൂടെ പറയാൻ. ഹല്ലേലൂയ. പക്ഷേ തെറിച്ച് പോയി നമുക്ക് ബോധക്ഷയം പോലെ വീഴുമ്പോഴും ഒരു കരം വന്ന് നമ്മളെ തട്ടുമ്പോൾ തന്നെ ഒരു ശക്തി നമ്മുടെ മേലെ അങ്ങ് ഇറങ്ങും. ഹല്ലേലൂയ. ഇങ്ങനൊരു വെളിപ്പാട് എൻ്റെ ദൈവം എനിക്കിന്ന് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലൊന്ന് കുലുങ്ങൂല. കണ്ടവൻ എങ്ങനെ കുലുങ്ങും? എനിക്ക് തന്നത് ദൈവമെങ്കിൽ, എന്നെ വിളിച്ചത് ദൈവമെങ്കിൽ, മനുഷ്യനെയാണ് നോക്കേണ്ടത്, എന്നെ വിളിച്ച ദൈവത്തെയാണ് നോക്കേണ്ടത്. സ്തോത്രം. ഈ മനുഷ്യൻ കാറ്റുപോലെ അങ്ങ് നിന്നു കൊടുത്തു, കണ്ടോ? സ്തോത്രം. അപ്പം എങ്ങോട്ട് കൊണ്ടുപോകണം? കൊണ്ടുവയ്ക്കോ, ഞാൻ എന്താ കാറ്റ് പോലെയാണ് നിന്നെടുത്തു. അപ്പൻ അങ്ങോട്ട് തൊട്ടു, അപ്പനെ കാണിച്ചു കൊടുത്തു. യഹോവയുടെ പ്രത്യക്ഷത അയാൾ കണ്ടു. മാത്രമല്ല, ആ ദൈവ മനുഷ്യൻ ആ ശബ്ദവും കേട്ടു. കർത്താവ് തട്ടി നിവർന്ന് നിൽക്കാൻ പറഞ്ഞു. കണ്ടോ? നിവർന്ന് നിൽക്കാ. സ്തോത്രം. ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അടുത്ത്, അവൻ എന്നോട് സംസാരിക്കുന്നു ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. നിന്നെ എവിടെയാണ് അയക്കുന്നത്? മത്സരിക്കുന്നവരുടെ അടുക്കലാണ്. കണ്ടോ? ഇങ്ങനെയൊക്കെ ഒരാൾ പോകണമെങ്കിൽ അപ്പച്ചനെ കാണാത്ത ഒരാളിന് പോകാൻ പറ്റൂല. ഹല്ലേലൂയ. പോകാൻ പറ്റൂല. കർത്താവ് ഒരു വിളി അകത്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര ദാഹമായിരിക്കും. ദാഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വെള്ളം കുടിക്കുക അല്ല, ഒരു പെടയലാണ്, ഒരു വെപ്രാളം, എന്തെന്നില്ലാത്തൊരു വല്ലാത്തൊരു ആവേശം. ഏതാണോ കർത്താവ് തന്നിരിക്കുന്ന അതിന് വേണ്ടിയുള്ളൊരു ആവേശം. ഈ ആവേശത്തോടെ നമ്മൾ പുറത്തു വരുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. യെഹെസ്കേലിനെ കുറിച്ചുള്ള ഉദ്ദേശമല്ല മറ്റൊരാളിനെ കുറിച്ചുള്ള ഉദ്ദേശം, ദാനിയേലിനെ കുറിച്ചുള്ള ഉദ്ദേശമല്ല വേറൊരാളിനെ കുറിച്ചുള്ള ഉദ്ദേശം, പൗലോസിനെ കുറിച്ചുള്ള ഉദ്ദേശമല്ല യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ചുള്ള ഉദ്ദേശം. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് വ്യത്യസ്തമായ ഉദ്ദേശമുണ്ട്. ഫിലിപ്പോസിനെ കുറിച്ചുള്ള ഉദ്ദേശമല്ല ഫിലിപ്പോസിൻ്റെ 4 മക്കളെ കുറിച്ചുള്ള ഉദ്ദേശം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വ്യത്യസ്തമായ ഉദ്ദേശങ്ങൾ എൻ്റെ ദൈവത്തിന് ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അങ്ങനെയെങ്കിൽ ഇവിടെ എൻ്റെ ദൈവം പറഞ്ഞു, കഠിന
കഠിന ഹൃദയമുള്ള ചിലരോട് വിളിച്ചു പറയാൻ സ്വത്രം കർത്താവ് ചിലത് ആക്കി കൊടുക്കുകയാണ്. കഠിന ഹൃദയമുള്ളവർ വായിച്ചേ 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിച്ചേ. 2-ാം വാക്യം വായിച്ചേ. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത് 2-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 2 വായിച്ചേ. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത് മനുഷ്യപുത്ര എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്ന് വരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. മക്കളോ ധാർഷ്ട്യവും ദുശാഠ്യവും ഉള്ളവരത്രേ. അവരുടെ അടുക്കലാകുന്നു ഞാൻ നിന്നെ അയക്കുന്നത്. അവരുടെ അടുക്കൽ. കണ്ടോ, നിനക്ക് എൻ്റെ അപ്പനെ കാണിച്ചു തന്നെങ്കിൽ, എൻ്റെ അപ്പൻ്റെ ശബ്ദം നീ കേട്ടെങ്കിൽ, നിന്നെക്കുറിച്ചൊരു ഉദ്ദേശം ദൈവത്തിനുണ്ട് മോനെ. നീ ഇവിടെ ഇരിക്കാനല്ല, കണ്ടെന്ന് 10 പേരോട് പറയാൻ മാത്രമല്ല, പിന്നെയോ ഞാൻ നിന്റെ വാക്കകത്ത് ചിലത് തരാൻ പോകയാ, നിന്റെ ഉദരത്തെ ഞാൻ ചിലത് നിറയ്ക്കാൻ പോകയാ. നീ ഇത് പോയി മറ്റുള്ളവരോട് പറയുമ്പോൾ ചില കെട്ടുകൾ പോട്ടം, ബന്ധനങ്ങൾ അഴിയും, ചിലരെ തൂക്കിയെടുത്ത് എനിക്കായി നീ കൊണ്ടുവരണം. ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, അപ്പച്ച അങ്ങേക്ക് എന്നെ കുറിച്ചുള്ള ഉദ്ദേശം എന്തോ അത് മാത്രം നടക്കട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പറയാൻ, അപ്പാ എന്നെ കുറിച്ചുള്ള ഉദ്ദേശം, അപ്പ അത് മാത്രം നടക്കട്ടെ. വായിച്ച അടുത്ത വാക്യം വായിച്ചേ. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയണം. കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗൃഹമല്ലോ. അവർ മത്സരിക്കുന്നവരാണ്. സ്വത്രം ചിലർ കേട്ടിട്ടില്ലേ, കുറച്ച് പ്രസംഗിച്ച പറയും വോളിയം, സ്വത്രം വോളിയം കുറഞ്ഞാൽ പറയും വോളിയം, സ്പീഡ് കുറഞ്ഞാൽ പറയും ഇന്നത്ര പോരായിരുന്നു, സ്പീഡ് കൂടിയാൽ പറയും കൂടിയതുകൊണ്ട് അല്പം ശബ്ദവും ബഹളമൊക്കെ. എന്ത് വന്നാലും എല്ലാം കുറ്റമായിട്ടേ കാണും. പിന്നെ അതൊന്നും തിരിഞ്ഞും പിരിഞ്ഞ് നോക്കാതെ ക്രിസ്തുവിനെ മാത്രം നോക്കിയാൽ, അല്ലെങ്കിൽ എല്ലാം എന്തേ വരൂ, കുറ്റവും കുറവായിട്ടേ വരും. ഇതൊന്നും നമ്മൾ ആരെ നോക്കല്ലേ, മനുഷ്യനെ നോക്കല്ലേ. പിന്നെ ആരെ നോക്കണം, ദൈവത്തെ നോക്കണം. കേട്ടാലും കേൾക്കാഞ്ഞാലും പരാതി പരിഭവം പറഞ്ഞാലും ഞാൻ നിന്നോട് പറയുന്നത് നീ പോയി എന്ത് ചെയ്യണം. എന്തിനാണ് അപ്പൻ അവിടെ ഇറങ്ങിയത്? വെറുതെ ഇറങ്ങിയതാണോ? എന്നാൽ പിന്നെ ശാലിനെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ അങ്ങ് തിരിച്ചു പോകാം, അങ്ങനെ ഇറങ്ങിയതാണോ? എന്തിനെ ഇറങ്ങും? ഒന്ന് ഏൽപ്പിക്കാനേ ഇറങ്ങും. വെറുതെ ഒന്നും എൻ്റെ ദൈവം ഇറങ്ങില്ല. ദൈവത്തിന് ഒരാളിനെ കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇറങ്ങിയാൽ അവരുടെ ഇടപെട്ടിരിക്കും. സ്വതം ഇനി കാണിച്ചു കൊടുക്കാൻ കർത്താവിന് പറ്റിയില്ലെങ്കിൽ, പല കാരണങ്ങളായിരിക്കും കാണിച്ചു കൊടുക്കാത്തത്. സ്വതം പറ്റിയില്ലെങ്കിൽ എൻ്റെ ദൈവം അകത്തൊരു ഉതിട്ടും, ഒരാഗ്രഹം വരും. ഈ ആഗ്രഹത്തിനനുസരിച്ച് കർത്താവിനോട് കൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ ബാക്കി ആ ഒരു കൃപ നമുക്ക് തന്നിട്ട് എൻ്റെ അപ്പൻ ചിലതടുത്ത് കാണിച്ചു തരും. നമ്മളെന്ത് ചെയ്യുന്നറിയാമോ, ആ കൃപ തരുന്നവരെയൊന്നും കർത്താവിൻ്റെ കൂടെ നടക്കും. 2 ദിവസം നടന്നിട്ട് ഇതൊക്കെ തോന്നിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളഞ്ഞിട്ട് പോകും. അതോടും കൂടെ പിന്നെ അത് അങ്ങനെയല്ല. പിന്നെ സ്തോത്രം, നമുക്കത് കത്തിക്കൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അടുത്തവർ വായിച്ചേ. തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത്. അവരെന്ത് ചെയ്യില്ലേ, എൻ്റെ അപ്പൻ ഇറക്കി വിടുമ്പോൾ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞൊരു വരിക, ഞങ്ങൾ ഇന്ന് രാവിലെയും 3 പേര് സംസാരിക്കാൻ പറഞ്ഞൊരു വരിക, ദൈവമാണ് വിളിച്ചതെങ്കിൽ, ദൈവമാണ് പുറത്തെടുത്തതെങ്കിൽ ഒരു കാര്യം വേണം, വിശ്വസ്തത വേണം. പിന്നെ ദൈവകൃപയിൽ സാക്ഷ്യത്തോടെ നിൽക്കണം. ഇതില്ലെങ്കിൽ പോക്കാണ്. എന്ത് വേണം? ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ഒരാളായി നിൽക്കണം. നിന്നാൽ ബാക്കിയെല്ലാം ആര് ചെയ്തോളും? നമ്മൾ വിചാരിക്കുന്ന ആരും കാണൂല. നമ്മൾ വിചാരിക്കാത്തവരെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിപ്പിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അക്ക വിടുന്നില്ല, ഇതൊന്നും കാണൂല അവസാനമാകുമ്പോൾ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നവരകരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തവരെ ഇതേ വരിയെ ഞാൻ പറഞ്ഞു, നമ്മൾ ചിന്തിക്കാത്തവരെ കൊണ്ടുവന്ന് ദൈവം അവിടെ നിർത്തും. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ചിന്തിക്കുന്നവരാരും കാണത്തില്ല. അത് മനുഷ്യൻ്റെ ചിന്തയാണ്, മനുഷ്യൻ്റെ കാൽക്കുലേഷൻ, മുഖം നോക്കിയുള്ള കാൽക്കുലേഷൻ, അവരുടെ ശുശ്രൂഷ നോക്കിയുള്ള കാൽക്കുലേഷൻ, അവരുടെ ഇത് നോക്കി അത് നോക്കിയുള്ള കാൽക്കുലേഷനാണ്. പക്ഷെ ദൈവത്തിൻ്റെ കാൽക്കുലേഷൻ അതല്ല.
നമ്മളെ കാൽക്കുലേഷൻ അത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് അവസാനമാകുമ്പോൾ ആ വ്യക്തികൾ ഒറ്റ എണ്ണം കാണില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കാത്തവർ ദൈവം അവിടെ പിടിച്ചാരാക്കിട്ട്, നിങ്ങൾക്ക് മനസ്സിലായോ, ഉറപ്പിച്ച് നിർത്തും. യെഹെസ്കേലിനോട് പറഞ്ഞു, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പോകണം. അടുത്തവർ വായിച്ചേ. തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത്. പറക്കാരെയും മുള്ളും നീ പേടിക്കണ്ട. നിന്നെ വിളിച്ചിട്ടുണ്ട്, നീ പേടിക്കണ്ട. അടുത്ത പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ വാക്ക് എന്ത് ചെയ്യില്ലേ? ഒറ്റ മനുഷ്യനെയും പേടിക്കല്ലേ? എൻ്റെയും നിൻ്റെയും കൂടെ യേശു ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു സ്ഥലത്ത് പോയാലും ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും. എല്ലായിടത്തും ഒരിടത്ത് പോലും യേശു ഇല്ലാത്ത സ്ഥലമില്ല. സ്വത്രം ദൈവമാണ് വിളിച്ചെങ്കിൽ ആരൊക്കെ അകന്ന് മാറി നിന്നാലും വിളിച്ചവൻ വിശ്വസ്തൻ. കണ്ടോ, കർത്താവ് മറക്കുന്നവനല്ല, വാക്ക് തെറ്റിക്കുന്നവനല്ല, വാക്ക് പാലിക്കാത്തവനുമല്ല. പിന്നെ ഞാൻ പാലിച്ചില്ലെങ്കിലും യേശു അപ്പം വാക്ക് പാലിക്കും. ഹല്ലേലൂയ. കണ്ടോ, അടുത്തവർ വായിച്ചേ, ടക്കനെ വായിച്ചേ. അവർ മത്സരഗൃഹമല്ലോ, നീ അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും കണ്ടോ, അർത്ഥം ഇവർ മത്സരിക്കും, ഇവർ നിന്നെ തുറിച്ച് നോക്കും. നീ എന്ത് ചെയ്യല്ലേ? മുമ്പേ കുട്ടി പറഞ്ഞത് കണ്ടോ, തുറിച്ച് നോക്കും. അതല്ലേ അത് നോട്ടം കണ്ട് തുറിച്ച് നോക്കും, ഭ്രമിക്കരുത്. അടുത്തവര്. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അടുത്ത്, അവർ മഹാമത്സരികളല്ലോ. അവരാരാണ്? മത്സരികളല്ലോ. അടുത്ത്, നീയോ മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്ക. നീ ആ മത്സരഗൃഹം പോലെ മത്സരക്കാരനായിരിക്കരുത്. ഞാൻ നിനക്ക് തരുന്നത് നിങ്ങൾക്ക് തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്തതിന് താൻ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് കേട്ടാലും കേൾക്കാഞ്ഞാലും, കളിയാക്കിയില്ലെങ്കിലും, നിന്ദിച്ചാലും വിമർശിച്ചാലും. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പെട്ടകത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ കുഴപ്പം പിടിച്ചെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് പ്രസംഗിച്ചു. അടുത്തവർ വായിച്ചേ. സമയം തീരാറായി. ഞാൻ നിനക്ക് തരുന്നത് നീ വായി തുറന്ന് തിന്നുക. ഇതാണ് ഞാൻ നിനക്ക് തരുന്നത്, വായി തുറന്ന് തിന്നുക. അടുത്തവരി. ഞാൻ നോക്കിയപ്പോൾ ഇന്ന് ഇതിനകത്തും ചിലർക്ക് വായിൽ നിറച്ച് എൻ്റെ അപ്പൻ ചിലത് തിന്നാൻ തരാൻ പോകുക. എന്തെന്നറിയാമോ? സ്വർഗീയമായത്. ഇനി പറയേണ്ടത്, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് എൻ്റെ അപ്പനറിയാം. അപ്പനറിയാവുന്നത് കൊണ്ട് അപ്പൻ ചിലത് നമ്മുടെ അകത്തിടാൻ പോകുകയാ, നമുക്ക് തരാൻ പോകുകയാ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ എത്രവർക്ക് ആഗ്രഹമുണ്ട്, അപ്പച്ച അപ്പൻ തരുന്ന എനിക്ക് ഭക്ഷിക്കണം. ഇതുവരെയും കർത്താവ് ഞാൻ ഓടിക്കളിച്ച് ഇഷ്ടം പോലെ, എൻ്റെ ഇഷ്ടം പോലെയൊക്കെ മടിയും പിടിച്ച്, അലസതയും പിടിച്ച്, മന്ദതയും പിടിച്ച് കർത്താവെ തന്നതെല്ലാം ഞാൻ കുഴിച്ചിട്ടുകൊണ്ട് നടന്നു. പക്ഷേ കർത്താവെ എന്നെ ഇന്ന് തുടർന്നേപ്പാ, എനിക്ക് കർത്താവിൽ നിറഞ്ഞ് ജീവിക്കണം. അപ്പനെ ഏൽപ്പിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്യണം. അപ്പൻ എന്താണോ എന്നെക്കുറിച്ച് ആഗ്രഹം, അതെനിക്ക് ചെയ്യണം അപ്പ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നതും അതിൽ ഒരു പുസ്തക ചുരുൾ ഇരിക്കുന്നതും കണ്ടു. വീണ്ടും അടുത്ത കൈ കണ്ടോ, ആ പുസ്തക ചുരുൾ ഇരിക്കുന്നത് കണ്ടു. അവൻ അതിനെ എന്റെ മുമ്പിൽ വിടർത്തി. അതിൽ അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. വിലാപങ്ങളും സങ്കടവും കഷ്ടവും അതിൽ എഴുതിയിരുന്നു. നോക്കിയേ, അകത്തും പുറത്തും എന്തുണ്ട്? എഴുത്തുണ്ട്. എഴുതിയിരുന്നത് എന്തോന്നെന്ന് പറയുന്നില്ല. വിലാപങ്ങളും സങ്കടവും കഷ്ടവുമാണ് അതിലെഴുതിയിരുന്നത്. 3 കാര്യം: വിലാപങ്ങൾ, സങ്കടം, കഷ്ടം. ഈ 3 കാര്യം ആ പുസ്തകത്തിനകത്ത് എഴുതിയിരുന്നു. അടുത്തവർ 3 അധ്യായം. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക. ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്ക എന്ന് കൽപ്പിച്ചു. ഞാൻ വായി തുറന്നു. അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു. ഉദരം നിറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരമ്മ ഗർഭിണിയായാലും എന്ത് ചെയ്യും? അതങ്ങനെ ഇരിക്കുമെന്നാണോ? പിന്നെ പുറത്തു വരൂല്ലേ? ഉദരം നിറഞ്ഞാൽ പുറത്തു വരും. ഒരു ദൈവപതിൽ എപ്പോഴും ഉദരം നിറഞ്ഞു വേണം നടക്കാൻ. അർത്ഥം വേറെ ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു നിറയട്ടെ, ക്രിസ്തുവിനുള്ളത് നിറയട്ടെ. എപ്പോഴും ക്രിസ്തു തരുന്നതിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി. സ്തോത്രം. ഹല്ലേലൂയ. യെഹെസ്കേലിനെ അങ്ങ് നിറച്ചു. അടുത്തവരി.
അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. അടുത്ത് പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത് മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തിന്റെ അടുക്കൽ ചെന്ന് എന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്ക. അവ്യക്ത വാക്കും കനത്ത നാവുമുള്ള ജാതികളുടെ അടുക്കലല്ല. 11 വാക്യം വായിച്ചേ. 10 11 മുതൽ വായിച്ചേ. 10 മുതൽ. അവൻ പിന്നെയും എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക. നീ നിന്റെ ജനത്തിൻ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ ചെന്ന് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നെന്ന് പറക. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു. കണ്ടോ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആത്മാവ് കണ്ടോ എടുക്കത്തക്ക നിലവാരത്തിലേക്ക് എസ്കേൽ ഇരുന്നെടുത്തു. നിങ്ങൾക്ക് മനസ്സിലായോ? കാറ്റുപോലെ ദൈവത്തിൻ്റെ കരത്തിൽ അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഹല്ലേലൂയ. യെഹെസ്കേലിനെ ആത്മാവെടുത്തു. ഇന്നിതിനകത്ത് എൻ്റെ അപ്പൻ്റെ ആഗ്രഹം എന്നെയും നിങ്ങളെയും ഒരു കാറ്റ് പോലെ ആക്കി അപ്പൻ്റെ ഇഷ്ടപ്രകാരം അപ്പൻ്റെ ഹിതമുള്ള നിലവാരത്തിൽ കൊണ്ടെത്തിക്കാനാണ്. എന്നാൽ അതിന് തൊട്ട് മുമ്പ് എൻ്റെ നിങ്ങളുടെ അകത്ത് ചിലത് നിറച്ചു തരാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവ് കൊണ്ടുപോകുന്നിടത്ത് പോകാൻ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു. യഹോവയുടെ മഹത്വം സ്വസ്ഥലത്ത് നിന്ന് യഹോവയുടെ മഹത്വം സ്വസ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയൊരു മുഴക്കത്തോടൊരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. കണ്ടോ, സ്തോത്രം. അപ്പോൾ ആത്മാവ് യെഹെസ്കേലിനെ എടുത്തു, എന്നെ എടുത്തു. വാക്ക് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ആത്മാവ് യെഹെസ്കേലിനെ എടുത്തു. തൊട്ടു മുമ്പ് യഹോവയുടെ കരം യെഹെസ്കേലിൻ്റെ മേൽ വന്നു. തൊട്ടടുത്ത് അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു. സ്തോത്രം. തൊട്ടു മുമ്പ് അപ്പൻ ഒന്ന് ഭക്ഷിക്കാൻ കൊടുത്തു, ഉത്തരം നിറയ്ക്കാൻ പറഞ്ഞു, ചിലതെല്ലാം ഏൽപ്പിച്ചു. ഇന്നത്തെ ആഗ്രഹമുണ്ട് എന്നെ നിങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഉത്തരം നിറയ്ക്കുകയും ചെയ്യും. സ്തോത്രം. ആത്മാവ് തൂക്കിയെടുക്കുകയും ചെയ്യും, നിർത്തുകയും ചെയ്യും, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യും. ഈ ദൈവം വിശ്വസ്തൻ.